ഏറ്റവും പരിചയമുള്ള വേദഭാഗമാണ് യേശു കർത്താവ് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സൺഡേ സ്കൂളിൻ്റെ കഥയാണത്. നമുക്കറിയാം, നമുക്ക് ചില സൺഡേ സ്കൂൾ കഥകളുണ്ട്. ഡാനിയേൽ സിംഹക്കുഴിയിൽ വീണത് സൺഡേ സ്കൂൾ കഥ. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് അപ്പവും മീനിനെയും വർദ്ധിപ്പിച്ച് കൊടുത്തത്, പ്രൈസ് ദി ലോർഡ്, അത് സൺഡേ സ്കൂളിൻ്റെ കഥ. യേശു കർത്താവ് കടലിന്മേൽ നടന്നത്, അത് സൺഡേ സ്കൂളിൻ്റെ കഥ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, വേദപുസ്തകത്തിൻ്റെ സംഭവങ്ങൾ നമ്മൾ, പ്രൈസ് ദി ലോർഡ്, പലപ്പോഴും കുഞ്ഞുങ്ങൾക്കുള്ള കഥയായിട്ട് നമ്മൾ മാറ്റാറുണ്ട്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്, ഒരിക്കലും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ദൈവമക്കളായ നമ്മൾ എപ്പോഴും ഓർത്തോളണം, ഇതിനകത്ത് വചനത്തിൻ്റെ വെളിപാടുകളുണ്ട്, ഇതിനകത്ത് നമ്മെ ശക്തീകരിക്കാനുള്ള ദൈവത്തിന്റെ ആലോചനകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വലിയ അത്ഭുത പ്രവൃത്തികൾ ഈ വചനത്തിനകത്തുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇത് കുഞ്ഞുങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞ്, കഥയാണെന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മൾ വചനം വായിക്കുമ്പോൾ ഈ ഭാഗം എടുത്തിരുന്ന് നമ്മൾ ധ്യാനിപ്പാൻ തയ്യാറാകണം. യേശു കർത്താവ് ശുശ്രൂഷയ്ക്കായി ഒരുമിച്ച് വന്നപ്പോൾ, യേശു കർത്താവ് ശുശ്രൂഷ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ശിഷ്യന്മാരോട് പറയുക, ജനക്കൂട്ടം ഭയങ്കരമായിട്ടുണ്ട്. അവിടെ പറയുന്നുണ്ട് 5000 പുരുഷന്മാരെന്ന് പറയുന്നുണ്ട്. ചരിത്രകാരന്മാരെ പറയുക, 5000 പുരുഷന്മാരും, പ്രൈസ് ദി ലോർഡ്, അവരുടെ കൂടെ ബാക്കിയുള്ളവരെയൊക്കെ ചേർത്ത് സ്ത്രീകളെയും കുഞ്ഞുങ്ങളും അടക്കം ഏകദേശം 10,000-20,000 ജനം അവിടെ കൂടി വന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ഈ മീറ്റിങ്ങിനായിട്ട് കടന്നു വന്നവർ, പ്രൈസ് ദി ലോർഡ്, എല്ലാവരും കൂടെ ചേരുമ്പോൾ ഏകദേശം 10,000-20,000 പേര് ആ സ്ഥലത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുക. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ അവർക്ക് എന്ത് ചെയ്തു? വിശന്നു. അപ്പം വിശന്നവർക്ക് അവർക്ക് ആഹാരം കൊടുക്കണം. അതുകൊണ്ട് യേശു കർത്താവ്, പ്രൈസ് ദി ലോർഡ്, ശിഷ്യന്മാരെ ഒന്ന് ചോദിച്ചു, ഇവരെല്ലാവരും വിശന്നിരിക്കുമല്ലോ, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവരെ അടുത്ത ഗ്രാമങ്ങളിലേക്കും ഊരുകളിലേക്കൊക്കെ പറഞ്ഞയച്ചിട്ട് നമുക്ക് ഇവർക്ക് വേണ്ടി ആഹാരം മേടിക്കാമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറയുമ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാരൊക്കെ ഇട്ട് പറയുക, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ അവർക്ക് ആഹാരം കൊടുപ്പിൻ. പ്രൈസ് ദി ലോർഡ്. വായിച്ചേ, യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം. അതേ കഥ, അതേ സംഭവം തന്നെ ഈ ഭാഗത്ത് ആവർത്തിക്കുന്നുണ്ട്. 6-ാം അധ്യായത്തിന്റെ അതിന്റെ 6-ഉം 7-ഉം വാക്യങ്ങളൊന്ന് വായിച്ചേ. ഫിലിപ്പോസ് അവനോട്, ഓരോരുത്തരും അല്പാൽപ്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകില്ല. 5000 പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം പറയുന്ന ഏകദേശം 20,000, 18,000 പറയുന്നവരുണ്ട്, 12,000 പറയുന്നവരുണ്ട്, 20,000 പറയുന്നു. ഞാൻ ഒരു കണക്ക് 20,000 എടുക്കുക. പ്രൈസ് ദി ലോർഡ്. 5000 പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം ഏകദേശം 10,000-20,000 ജനം അവിടെ വന്ന് കൂടിയിരിക്കുമ്പോൾ അവർക്ക് ആഹാരം കൊടുക്കാൻ ശിഷ്യന്മാരോട് യേശു കർത്താവ് പറയുക, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കാൻ. അപ്പൊ പെട്ടെന്ന് ഫിലിപ്പോസ് വന്നിട്ട് യേശുവിനോട് പറയുക, ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് 200 വെള്ളിക്കാശാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാം യേശു കർത്താവ് എത്ര വെള്ളിക്കാശിനാ? 30 വെള്ളിക്കാശിന്. ഇവിടെ ഫിലിപ്പോസ് പറയുക, ഞങ്ങളുടെ കയ്യിൽ 200 വെള്ളിക്കാശുണ്ട്. 200 വെള്ളിക്കാശ് കൊണ്ട് ആഹാരം മേടിച്ചാൽ ഈ വന്നിരിക്കുന്ന 20,000 ജനത്തിന്, പ്രൈസ് ദി ലോർഡ്, അല്പാൽപ്പം പോലും കിട്ടത്തില്ല. അപ്പൊ എന്താ കർത്താവേ, ഈ കണക്കങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ കയ്യിൽ 200 വെള്ളിക്കാശേ ഉള്ളൂ. ഈ 1 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ നാട്ടില് അവരുടെ ഒരു ദിവസത്തെ വേതനമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസത്തെ അവർക്ക് ജോലി ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന കൂലിയാണ് 1 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ 200 വെള്ളിക്കാശാണ് അവരുടെ കയ്യിലുള്ളത്. ഇരിക്കുന്നത് 20,000-ഓളം വരുന്ന ജനം. അത്രയും പേർക്ക് കഴിപ്പാൻ ആഹാരം കൊടുക്കണമെങ്കിൽ ഈ പണം തികയത്തില്ല. ഫിലിപ്പോസ് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പോസ് നോക്കിയത് അവരുടെ കയ്യിൽ എന്തുള്ളതാ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കണം. കൊന്നിരിക്കുന്ന 20,000-ഓളം വരുന്ന ജനത നോക്കിയിട്ട് യേശു കർത്താവ് പറയുക, ഫിലിപ്പോസേ, അന്ത്രയോസേ, പത്രോസേ, യോഹന്നാനേ, ഈ വന്നിരിക്കുന്ന 20,000 പേർ ജനത്തിന് നിങ്ങൾ ആഹാരം കൊടുക്കണം. ഫിലിപ്പോസ് തങ്ങളുടെ കയ്യിലുള്ള പണത്തെ ഒന്ന് എണ്ണി തിട്ടപ്പെടുത്തി നോക്കിച്ചു പറഞ്ഞു, കർത്താവേ, ഞങ്ങളുടെ കയ്യിൽ ഇതേ ഉള്ളൂ, എൻ്റെ കയ്യിൽ ഇത്രയൊക്കെ ഉള്ളൂ കർത്താവേ, എന്റെ ആവശ്യം വലിയതാ. പ്രൈസ് ദി ലോർഡ്. എന്റെ ആവശ്യം ഭയങ്കര വലിയതാ. എന്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് എന്റെ ആവശ്യത്തെ നിറവേറ്റാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. എന്റെ കയ്യിൽ ഇരിക്കുന്നത് ചെറുതാ, എന്റെ ആവശ്യം വലിയതാ. എന്റെ കയ്യിൽ ഇരിക്കുന്നത് ചെറുതാ, എന്റെ ആവശ്യം വലിയതാ. എന്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് എന്റെ ആവശ്യം നിറവേറ്റാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല കർത്താവേ. കർത്താവ് പറയുക, നിന്റെ കരങ്ങളിലൂടെ ഞാൻ അത്ഭുതം ചെയ്തെടുക്കും. ഫിലിപ്പോസേ, നീ വീട്ടിൽ പോയി കുറച്ച് കൊണ്ടുവരാൻ പറഞ്ഞോ? മാമേ. അന്ത്രയോസേ, പരിചയമുള്ള കുറച്ചുപേരോടൊക്കെ ഒരു ഫണ്ട് പിരിവൊക്കെ നടത്തിയേച്ചു വന്നിട്ട് ആഹാരം കൊടുക്കാൻ പറഞ്ഞോ? യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ കൊടുക്കും, നിങ്ങൾ കൊടുക്കണം. ശിഷ്യന്മാരോട് പറയുക, ഈ വന്നിരിക്കുന്ന 20,000 ജനത്തിന് നിങ്ങൾ ആഹാരം കൊടുക്കണം. ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവേ, ഞങ്ങളെ കൊണ്ട് കൂടിയാ കൂടത്തില്ല. ഞാൻ കയ്യിലുള്ളതെല്ലാം, മിച്ചം പിടിച്ചതെല്ലാം, എന്റെ കയ്യിൽ ഇന്ന് വരെ വന്നതെല്ലാം ഞാനൊന്ന് കൂട്ടി നോക്കിയപ്പോ ഞങ്ങളുടെ കയ്യിൽ 200 വെള്ളിക്കാശേ ഉള്ളൂ. അതുകൊണ്ട് ഒന്നിനും തികയത്തില്ല. അല്പാൽപ്പം പോലും കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോ കർത്താവ് പറയുക, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ തന്നെ അവർക്ക് ആഹാരം കൊടുക്കണം. യേശു കർത്താവ് അത്ഭുതം ചെയ്യാനായിട്ട് ദൈവം തിരഞ്ഞെടുക്കുന്നത്
നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അതിലൂടെയാ കർത്താവ് അത്ഭുതം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പ്രവർത്തിക്കുന്നത്, കർത്താവ് അത്ഭുതം ചെയ്യുന്നത് പ്രൈസ് ദി ലോർഡ് നമ്മൾ കടം മേടിക്കുന്നതിലൂടെയല്ല, നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കുന്നതിലൂടെയല്ല. നമ്മിൽ എന്തുണ്ടോ അതിനെ കർത്താവ് വർദ്ധിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അതിനെ കർത്താവ് വർദ്ധിപ്പിക്കും. അതിനെ വർദ്ധിപ്പിച്ച് അത് അത്ഭുതമായി മാറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഇത് പ്രൈസ് ദി ലോർഡ് എന്റെ കർത്താവ് എനിക്ക് നന്മയാക്കി നൽകിയതാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കയ്യിൽ 200 വെള്ളിക്കാശുണ്ടെന്നല്ലേ കർത്താവിനോട് പറഞ്ഞത്? രണ്ടാമതൊരു ഭാഗം കൂടെ നോക്കിയേ. നമ്മൾ വായിച്ച യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം, പ്രൈസ് ദി ലോർഡ്, അതിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 8ഉം 9ഉം വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കണക്ക് യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കാൻ പറഞ്ഞു. ഫിലിപ്പോസ് ഒന്ന് പറഞ്ഞു, ഞങ്ങളിൽ 200 വെള്ളിക്കാശേ ഉള്ളൂ, ഇതുകൊണ്ടൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. രണ്ടാമത് അന്ത്രയോസ് വന്നിട്ട് യേശു കർത്താവിനോട് പറയുക. അപ്പൊ യേശു കർത്താവ് ഇത് കേട്ട ഉടനെ, കുഴപ്പമില്ല, നമ്മളെ ഈ പൈസ കൊണ്ട് നമുക്കൊന്നും പറ്റത്തില്ല, സാറില്ല, ഒരു കാര്യം ചെയ്യും, നമുക്ക് അവരെല്ലാം അടുത്ത ഗ്രാമത്തിലോട്ട് പറഞ്ഞു വിട്ട് അവരെന്തെങ്കിലും കഴിച്ചേണ്ട് വരട്ടോ എന്ന് പറഞ്ഞോ? ഇല്ല. കർത്താവ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ നടത്തും, നിങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കണം, നിന്റെ കൈകളിലുള്ളതിനെ ഞാൻ വർദ്ധിപ്പിക്കും, നിനക്ക് ഞാൻ നന്മ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വാഗ്ദത്തം ഉള്ളത് കൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവ് പറയുക, പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് നീ പോയി നോക്ക്. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവേ, ഞങ്ങളുടെ കയ്യിൽ 200 വെള്ളിക്കാശേ ഉള്ളൂ. കർത്താവ് പറഞ്ഞു, അത് അവിടെ വെച്ച് നിന്റെ കയ്യിൽ എന്താ ഉള്ളതെന്ന് നീ ഒന്ന് പോയി നോക്കാൻ പറയുക. What you have, that will turn out to become a miracle. നിന്റെ കയ്യിൽ എന്തുള്ളോ അതിനെ തന്നെ കർത്താവ് അത്ഭുതമാക്കി മാറ്റും. നിന്റെ കയ്യിൽ എന്താ ഉള്ളത് അതിനെ കർത്താവ് അത്ഭുതമാക്കി മാറ്റും. അന്ത്രയോസ് പോയിട്ട് വന്ന് പറഞ്ഞു, കർത്താവേ, 5 യവത്തപ്പവും 2 മീനും ഇവിടെ ഞങ്ങളുടെ ഒരു കൂട്ടത്തിലുള്ള ഒരു കൊച്ചു പയ്യന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്, അത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അവന്റെ അമ്മ ഇവ മീറ്റിങ്ങിന് വരുന്നെന്ന് പറഞ്ഞപ്പോ അവന് കഴിപ്പാനായിട്ട് കൊടുത്തു വിട്ടതാ. അവന്റെ കയ്യിരിക്കുന്ന ഈ ആഹാരമല്ലാതെ ഈ 20,000 പേർക്ക് കൊടുക്കുവാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. അതിന്റെ കൂട്ടത്തിലെ അന്ത്രയോസ് ഒരു വാക്കുകൂടെ പറഞ്ഞു. എന്തുവാ പറഞ്ഞേ? ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അതെന്തുള്ളൂ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അന്ത്രയോസ് പറയുക, കർത്താവേ, ഇത് വലിയൊരു ആവശ്യമാ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ കയ്യിൽ 5 അപ്പവും 2 മീനുമേ ഉള്ളൂ, കഴിപ്പാൻ ഇരിക്കുന്നത് 20,000 പേരാ. ഇതെങ്ങനെയാ എന്നെ കൊണ്ട് പറ്റുന്നത്? എനിക്ക് കൂട്ടിയാലും എന്നെ കൊണ്ട് കൂട്ടാൻ പറ്റുന്നില്ല, കണക്ക് ശരിയാകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഞാനൊന്ന് കൂട്ടി നോക്കിയിട്ട് എന്നെ കൊണ്ട് 2 അറ്റവും കൂട്ടിമുട്ടിപ്പാനായിട്ട് പറ്റുന്നില്ല. കർത്താവേ, എന്റെ കൈകൾക്ക് അപ്പുറമാണ് ഈ വിഷയം കിടക്കുന്നത്. കർത്താവ് പറഞ്ഞു, ആ 5 അപ്പവും 2 മീനും നീ എന്റെ കയ്യിലോട്ട് കൊണ്ടുവാ. നിന്റെ കയ്യിൽ എന്തുണ്ടോ അത് നീ എന്റെ കയ്യിലോട്ട് കൊണ്ടുവാ. ഒരു കൈമാറ്റം ഈ പകൽക്കാലം നടക്കട്ടെ. ഒരു കൈമാറ്റം ഈ പകൽക്കാലം നടക്കട്ടെ. നമ്മൾ വിഷയങ്ങൾ പിടിച്ചു വെച്ച് നമ്മൾ ആവലാതിപ്പെടാറുണ്ട്. കർത്താവെ, ഞങ്ങളെ കൊണ്ട് ചിന്തിച്ചിട്ടും ഒന്നും ശരിയാകുന്നില്ല. കർത്താവെ, ഇതെങ്ങനെ ശരിയാകും, ഇതെങ്ങനെ നടക്കുമെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ട് നമ്മളെ കൊണ്ട് അത് തീർക്കാനായിട്ട് കഴിയുന്നില്ല. കർത്താവ് പറയുക, ഒരു കൈമാറ്റം ആവശ്യമാ. എന്തുവാ കൈമാറ്റം? നിന്റെ വിഷയം കർത്താവിനൊന്ന് കൈമാറുക. നിന്റെ വിഷയം എന്റെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുക്കുക. അന്ത്രയോസേ, നിന്നെ കൊണ്ട് കൂട്ടിയാ കൂടത്തില്ല. അന്ത്രയോസേ, നീ ഇത് ഗുണിച്ചാലും കരിച്ചാലും ഇത് ശരിയാകത്തില്ല. കാരണം ഇതിന്റെ മേൽ അത്ഭുതം ചെയ്യേണ്ടത് മനുഷ്യനല്ല, ദൈവം ഇറങ്ങേണ്ട സമയമാ. നിങ്ങളിൽ എന്തുണ്ടോ അതിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോ, നിങ്ങളിൽ എന്തുണ്ടോ അതിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോ അതൊരത്ഭുതമായി മാറും. പഴയ നിയമത്തിനകത്തെ വായിച്ചൊരു വേദഭാഗം, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം, അതിന്റെ 15ഉം 16ഉം വാക്യം. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 14 വേഴ്സസ് 15 and 16. ഇസ്രായേൽ മക്കൾ ചെങ്കടലിലെത്തി. നമ്മൾ ഒരു പ്രാവശ്യം ചെറുതായിട്ടൊന്ന് ചിന്തിച്ച് നിർത്തിയതാ. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് അവർ കാനാനിലേക്കുള്ള യാത്ര മധ്യേ ചെങ്കടലിന്റെ മുമ്പിലെത്തി. മുമ്പിൽ ചെങ്കടല്, പുറകിൽ ഇസ്രായേലിന്റെ സൈന്യം, ഫറവോന്റെ സൈന്യം ഇവരെ നശിപ്പിക്കുവാനായിട്ട് വന്നിരിക്കുക. അവിടെ നിന്നുകൊണ്ട് ഇസ്രായേൽ ജനം മോശയോട് പറയുക, ഞങ്ങളെ കൊന്നു കളയാനായിട്ടാണ് നീ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവരവിടെ നിന്ന് നിലവിളിക്കാൻ തുടങ്ങി. എങ്ങോട്ട് തിരിഞ്ഞാലും ഓർത്തോണം, 6 ലക്ഷം ജനമാ. എങ്ങോട്ട് തിരിഞ്ഞാലും പ്രൈസ് ദി ലോർഡ് ഭയങ്കര ശബ്ദമാ. പ്രൈസ് ദി ലോർഡ്. അവർ കംപ്ലൈന്റ് പറയുന്നു, വലിയ വായി കരയുന്നു, കുഞ്ഞുങ്ങൾ കരയുന്നു, സ്ത്രീകൾ കരയുന്നു, പുരുഷന്മാർ കരയുന്നു. കാര്യം എന്തുവാ? മുമ്പിൽ ചെങ്കടല്, പുറകോട്ട് ഓടിയാൽ ഫറവോനും സൈന്യവും എന്താ ചെയ്യുന്നേ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ക്ഷീണിച്ച അവസ്ഥയിൽ ഇസ്രായേൽ മക്കൾ നിലവിളിക്കുമ്പോൾ മോശ പോയി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ശ്രദ്ധിച്ചേ,
പക്ഷേ വിഷയങ്ങൾ വരുമ്പോ ആത്മാവില്ലാത്തവൻ കരയും, ആത്മാവുള്ളവൻ, ദൈവത്തെ അറിയുന്നവൻ, അവൻ മുഴങ്കാലും മടക്കി സ്വർഗത്തോട് പറയും, കർത്താവേ, എന്നെ കൊണ്ട് തീർക്കാൻ കഴിയാത്ത ഒരു വിഷയത്തിന്റെ നടുവില ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എനിക്ക് പുറകോട്ട് പോകാൻ പറ്റുന്നില്ല, എനിക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ എനിക്ക് വഴി തെളിഞ്ഞ് കാണുന്നില്ല. കർത്താവേ, നീ ഇടപെടണമേ എന്ന് ദൈവത്തോട് പറയാനിടയായി തീരും. മോശ ദൈവത്തോട് പറഞ്ഞു. ദൈവത്തിനൊരു മറുപടിയുണ്ട്. നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും ദൈവത്തിനൊരു മറുപടിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ എല്ലാവരുടെ വിഷയത്തിനും ഒരു മറുപടിയുണ്ട്. മോശ പോയി ദൈവത്തോട് പറഞ്ഞപ്പോ ദൈവം പറഞ്ഞു, മോശയെ, നീ എന്തിനാ എന്നോട് നിലവിളിക്കുന്നേ? എനിക്ക് ഈ വിഷയം പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ട് ദൈവത്തോട് ചോദിക്കാറുണ്ട്, കർത്താവേ, പിന്നെ എവിടെ പോയാ കരയണ്ടേ? മോശ ദൈവത്തോടല്ലേ വന്ന് പറഞ്ഞേ? ദൈവം പറഞ്ഞത് ചോദിച്ചോണേ. ഇസ്രായേൽ മക്കൾ നിലവിളിക്കുന്നത് കേട്ടിട്ട് മോശയും നിലവിളിക്കുക. ഇസ്രായേൽ മക്കൾ കരഞ്ഞ് നിലവിളിക്കുമ്പോ മോശയും അത് കേട്ടിട്ട് കരഞ്ഞ് നിലവിളിക്കുക. അപ്പം ദൈവം പറയും, മോശയെ, നീ ഒരു പ്രാർത്ഥനക്കാരനാ, നീ ഒരു അഭിഷിക്തനാ, നീ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാ, നീ എന്റെ സന്നിധിയിൽ നിന്ന് ഇരുന്ന് മേടിച്ചിട്ടുള്ളവനാ, നീ എന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് മേടിച്ചിട്ടുള്ളവനാ. നീ വിഷയങ്ങൾ വരുമ്പോ നീ കരയുകയല്ല ചെയ്യേണ്ടത്, നീ മനുഷ്യരെ പോലെ, നീ ജാതികളെ പോലെ നീ നിലവിളിക്കുകയല്ല ചെയ്യേണ്ടത്, പകരം സ്വർഗത്തോട് വിഷയങ്ങൾ പറയണം. ദൈവം മോശയോട് പറഞ്ഞു, നിന്റെ കയ്യിൽ എന്തുവായിരിക്കുന്നേ? മോശ പറഞ്ഞു, എൻ്റെ കയ്യിലൊരു വടി. കർത്താവെ, മിദ്യാനിൽ ഞാൻ പണ്ട് പോയപ്പോഴേ അവിടെ ആടുകളെ മേയ്ക്കുന്ന സമയത്ത് ഞാൻ എടുത്തൊരു വടിയാ, ഒരു ഉണങ്ങിയ വടിയാ, കുറച്ച് വർഷം പഴക്കമുള്ളൊരു വടിയും കൊണ്ട് ഞാൻ നടക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ വടി മാത്രം എൻ്റെ കയ്യിലുണ്ട്. കർത്താവ് പറഞ്ഞു, അതിനെ നീ സമുദ്രത്തിനെ നീട്ടാൻ പറഞ്ഞു. നീട്ടാനാണോ പറഞ്ഞേ? നീട്ടി സമുദ്രത്തെ വിഭാഗിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഒരു വടിയെടുത്ത് നീട്ടി ഉടനെ സമുദ്രം രണ്ടായി മാറുമോ? അങ്ങനെയല്ല. പ്രൈസ് ദി ലോർഡ്. അതിനൊരു അർത്ഥമുണ്ട്, അതിനൊരു അർത്ഥമുണ്ട്. ഒരു പ്രാർത്ഥനക്കാരൻ, ഒരു അഭിഷിക്തൻ, നിങ്ങളുടെ കരങ്ങളിൽ എന്ത് കിട്ടിയാലും അതിനെ നിങ്ങൾ എടുത്ത് വിശ്വാസത്തോടെ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് അത്ഭുതം നടക്കും. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എലീശയുടെ ഒരു സംഭവം പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എലീശ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ആ ദേശം, പ്രൈസ് ദി ലോർഡ്, മനോഹരമായി, അതിന്റെ ഇരിപ്പ് മനോഹരവും, പ്രൈസ് ദി ലോർഡ്, എന്നാൽ അവിടുത്തെ വെള്ളം, പ്രൈസ് ദി ലോർഡ്, രോഗമുണ്ടാക്കുന്നത് ഗർഭനാശകവും എന്ന് കണ്ടു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കേട്ട ഉടനെ എലീശ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഒരു പുതിയ തളിക കൊണ്ടുവരാൻ പറഞ്ഞു. ആ പുതിയ തളിക കൊണ്ടുവന്നിട്ട് എലീശ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, അതിലിച്ചിരി ഉപ്പിടാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പുതിയ തളിക കൊണ്ടുവന്നിട്ട് ആ തളികയിൽ ഉപ്പിട്ടിട്ട് ആ ഉപ്പ് കൊണ്ട് ചെന്ന്, പ്രൈസ് ദി ലോർഡ്, വെള്ളത്തിൽ ഒഴിച്ചു കഴിഞ്ഞപ്പോ വെള്ളത്തിൽ, പ്രൈസ് ദി ലോർഡ്, പഥ്യമായി മാറി, അതിന്റെ കയ്പ് മാറി, അതിന്റെ മരണാകരമായ അവസ്ഥ മാറി, അതിന്റെ പ്രശ്നങ്ങൾ മാറി, അതിന്റെ പ്രതികൂലങ്ങൾ മാറി, അത് ഏറ്റവും ഉപയോഗയോഗ്യമായി മാറി എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അഭിഷിക്തന്റെ കയ്യില്, ശ്രദ്ധിച്ചേ, അഭിഷിക്തന്റെ കയ്യില് എന്ത് കിട്ടിയാലും അത് അത്ഭുതത്തിനുള്ള വസ്തുവാ. പ്രൈസ് ദി ലോർഡ്. ദേശത്ത് വ്യാപരിക്കുന്ന മരണാകരമായ അവസ്ഥകൾക്ക് കാരണമാകുന്ന ഈ വെള്ളം കുടിക്കുന്നവര്, പ്രൈസ് ദി ലോർഡ്, മരിച്ചു പോകുന്ന, രോഗമുണ്ടാക്കുന്ന അവസ്ഥകളിൽ നിന്ന്, പ്രൈസ് ദി ലോർഡ്, അതിനിച്ചിരി ഉപ്പിട്ടപ്പോ ആ രോഗം മാറിയതല്ല പറയുന്നത്, പകരം എന്തുവാ ചെയ്തത്? പ്രാർത്ഥിക്കുന്ന അഭിഷിക്തനായ എലീശ പ്രവാചകൻ തന്റെ കയ്യിൽ ഇച്ചിരി ഉപ്പെടുത്തിട്ട് പ്രാർത്ഥനയോടെ ആ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞപ്പോ, പ്രൈസ് ദി ലോർഡ്, അവിടെ അത്ഭുതം നടന്നു എന്ന് പറയുക. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാല് നമ്മൾ എന്ത് വിശ്വാസത്തോടെ, നിങ്ങൾ അവർ ചെയ്തതുപോലെ ഇന്നതുപോലെ ചെയ്യണമെന്നൊന്നുമല്ല, വിശ്വാസത്തോടെ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളത് കുടിച്ച്, യേശുവിന്റെ നാമത്തിൽ എന്റെ ശരീരത്തിലുള്ള രോഗം മാറിപ്പോകട്ടെ, യേശുവിന്റെ നാമത്തിൽ എന്റെ കുടുംബത്തിൽ വ്യാപരിക്കുന്ന പ്രതികൂലം മാറിപ്പോകട്ടെ, ഇച്ചിരി വെണ്ണ കയ്യിലെടുത്തുകൊണ്ട് അത് തലമേൽ അഭിഷേകം ചെയ്ത് നിന്റെ കുഞ്ഞിന്റെ തലയിലിട്ടുകൊണ്ട് പറയണം, യേശുവിന്റെ നാമത്തിൽ എന്റെ കുഞ്ഞിന്റെ മേൽ വ്യാപരിക്കുന്ന രോഗാത്മാവ് അവനെ വിട്ട് മാറട്ടെ, അവളെ വിട്ട് മാറട്ടെ, എന്റെ ഭവനത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. നിങ്ങൾ എന്ത് കയ്യിലുണ്ടോ, നിങ്ങളുടെ കയ്യിലുള്ളതിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, പ്രാർത്ഥിക്കുന്നതിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. അത്ഭുതം നടക്കാൻ എലീശ ചെയ്തത് കൊണ്ട് ഒരു പുതിയ പാത്രം എടുത്തുകൊണ്ട് തളിക കൊണ്ടുവന്ന് അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നതാണോ? അല്ല. പ്രൈസ് ദി ലോർഡ്. എന്തോ വചനം പഠിപ്പിക്കുന്നത്? സ്തോത്രം. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുക, അന്ത്രയോസേ, നീ എന്തുവായി പറഞ്ഞ് 5 അപ്പവും 2 മീനും ഒരു പയ്യന്റെ കയ്യിലുണ്ടെന്നല്ലേ? ആ ബാലന്റെ കയ്യിൽ നിന്ന് ആ 5 അപ്പവും 2 മീനും കൊണ്ട് എന്റെ അടുക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. നമ്മുടെ കയ്യിലുള്ളതിനെ, പ്രൈസ് ദി ലോർഡ്, നമ്മളെ കൊണ്ട് കൂടാത്തത്, നമ്മളെ കൊണ്ട് കാര്യങ്ങൾ ഒത്തു തീർപ്പാൻ കഴിയാത്തതിന് ഇന്ന് പകൽക്കാലം കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. നിങ്ങളെ കൊണ്ടത് തീർക്കാൻ പറ്റത്തില്ല.
കർത്താവ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാനൊന്ന് ശ്രമിച്ചു നോക്കി, അതുകൊണ്ട് നടക്കുന്നില്ല മാമേ. ഞാൻ എൻ്റെ രീതിയിലൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കി, എന്നാൽ എന്നെ കൊണ്ട് പറ്റുന്നില്ല. കർത്താവ് പറയുക, കുഞ്ഞെ നീ അതിനടുത്ത് ടെൻഷൻ അടിക്കേണ്ട, നീ അതിനെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടണ്ട. നീ പലതും ചെയ്തു നോക്കി, നീ പലരോടും പറഞ്ഞു നോക്കി, ഇതെങ്ങനെയൊന്ന് ശരിയാക്കി തരാനായിട്ട് അത് നടക്കുന്നില്ലെങ്കിൽ ഇന്ന് പലകാലം നിന്റെ വിഷയത്തെ ദൈവകരങ്ങളിലേക്ക് കൊടുത്തിട്ട് പറ, കർത്താവേ ഇതെനിക്ക് ശരിയാക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. സ്വർഗം എന്റെ വിഷയത്തിന്റെ മേൽ ഇറങ്ങി വരണം, ഒരത്ഭുതമായി മാറണം. 5 അപ്പവും 2 മീനും കൊണ്ട് ആ ബാലന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഇരിക്കുമ്പോ നമ്മൾ ഒരു പക്ഷെ ഇങ്ങനെ പറയും, എന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്. കർത്താവ് എന്റെ കയ്യിൽ 5 അപ്പവും 2 മീനേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് പറയുക, നിന്റെ കയ്യിൽ ഇരിക്കുമ്പോ അത് 5 അപ്പവും 2 മീനാ, എന്റെ കയ്യിൽ വരുമ്പോ അത് 20,000 പേർക്കുള്ള ആഹാരമാ. പ്രൈസ് ദി ലോർഡ്. മോശയോട് പറയുക, മോശ പറയും, എന്റെ കയ്യിൽ ഇരിക്കുന്നത് ഒരു സാധാരണ വടിയാ. ദൈവം പറയുക, നിന്റെ കയ്യിൽ ഇരിക്കുമ്പോ അത് വെറും വടിയാ, അത് എന്റെ കൈയോട് ചേരുമ്പോ അത് പ്രൈസ് ദി ലോർഡ് സമുദ്രത്തെ വിഭാഗിക്കാനുള്ള അത്ഭുതത്തിന്റെ വടിയായി മാറും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കയ്യിലുള്ളതിനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ, ശ്രദ്ധിച്ചേ, നിങ്ങളുടെ കയ്യിലുള്ളതിനെ ദൈവത്തിന്റെ കൈകളിലേക്ക് കൊടുക്കുമ്പോൾ അത് സൂപ്പർ നാച്ചുറലാ. നിങ്ങളുടെ കയ്യിരിക്കുമ്പോൾ അത് ഓർഡിനറിയാ, ദൈവത്തിന്റെ കയ്യിലെത്തുമ്പോൾ അത് എക്സ്ട്രാ ഓർഡിനറിയാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കയ്യിലിരിക്കുമ്പോൾ അത് നാച്ചുറലാ, ദൈവത്തിന്റെ കയ്യിലെത്തുമ്പോൾ അത് സൂപ്പർ നാച്ചുറലാ. ഇന്ന് പകൽക്കാലം പറഞ്ഞ്, എൻ്റെ കയ്യിലുള്ളതിനെ ഞാൻ അപ്പന്റെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ അത് ഇനി മുതൽ സാധാരണമല്ല, അതിനി മുതൽ ഓർഡിനറി അല്ല, അതിനി മുതൽ നാച്ചുറൽ അല്ല, അത് സൂപ്പർ നാച്ചുറലാ. അത് പ്രൈസ് ദി ലോർഡ്, അത് എക്സ്ട്രാ ഓർഡിനറി ആക്കി മാറ്റുക എൻ്റെ കർത്താവിന് കഴിയും. എൻ്റെ കയ്യിലുള്ള സാധാരണമായതിനെ, എൻ്റെ കയ്യിലുള്ള ഓർഡിനറി ആയുള്ളതിനെ, എൻ്റെ കയ്യിലുള്ള നാച്ചുറൽ ആയുള്ളതിനെ എൻ്റെ കർത്താവിന്റെ കരങ്ങളിൽ ഞാൻ ഇന്ന് കൊടുക്കുമ്പോൾ എന്നെ അത്ഭുതമാക്കി മാറ്റുവാൻ എൻ്റെ കർത്താവിന് കഴിയും. ദൈവകരങ്ങളിലേക്ക് ഒരു കൈമാറ്റം ഈ പകൽക്കാലം നടക്കട്ടെ. സാധാരണമായ വിഷയങ്ങൾ നിങ്ങളൊരു പക്ഷേ പറയും, കർത്താവേ എൻ്റെ കയ്യിൽ ഇത്രയൊക്കെ ഉള്ളൂ, എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, എന്നെ കൊണ്ട് അടുത്ത പടി ചിന്തിപ്പാനായിട്ട് കഴിയുന്നില്ല. നമ്മുടെ പ്രശ്നം എവിടാന്നറിയാമോ? നമ്മുടെ എന്ത് ഉണ്ട് എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ എന്തില്ല എന്നതിനെ കുറിച്ച് ആവലാതിപ്പെടും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ 100 രൂപ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത 10 ലക്ഷത്തെ കുറിച്ച് നിങ്ങൾ ആവലാതിപ്പെടും. ഇന്ന് പകൽക്കാലം പറയണം, കർത്താവേ തന്ന നന്മയ്ക്കായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. തന്ന നന്മയ്ക്കായി സ്തോത്രം. എൻ്റെ മുമ്പിലുള്ള ആവശ്യങ്ങൾ ഇങ്ങനെയാ, ഇന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പലരോടും പറഞ്ഞു നോക്കി, എന്നാലാവത് ഞാൻ ഓടി നോക്കി, കർത്താവെ പല വാതിലും ഞാൻ മുട്ടി നോക്കി. പ്രൈസ് ദി ലോർഡ്. പലരോടും പറഞ്ഞു നോക്കി, സഹായിക്കാമെന്ന് പറഞ്ഞവർ വാക്ക് മാറിപ്പോയി, എൻ്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവർ അവർ ഇട്ടു മാറിപ്പോയി. ഞാൻ മുട്ടിയ വാതിലുകൾ എൻ്റെ മുമ്പിൽ കൊട്ടി അടയ്ക്കപ്പെട്ടിരിക്കുക. ഇന്ന് പകൽക്കാലം കർത്താവെ എൻ്റെ വിഷയത്തിന്റെ മേലിടപെടണം. മോശേ, നിന്റെ കയ്യിരിക്കുമ്പോ അത് വെറും വടിയാ, അത് എന്റെ കയ്യിൽ വരുമ്പോ നിനക്കെതിരെ നിൽക്കുന്ന പ്രതികൂലങ്ങളെ, നിനക്കെതിരെ നിൽക്കുന്ന ചെങ്കടലിനെ വിഭാഗിക്കാനുള്ള അത്ഭുതത്തിന്റെ വടിയാ. അന്ത്രയോസേ, നിന്റെ കയ്യിലിരിക്കുമ്പോ അത് വെറും 5 അപ്പമാ, എന്റെ കയ്യിൽ വരുമ്പോ അത് 20,000 പേർക്കുള്ള ആഹാരമാ. പ്രൈസ് ദി ലോർഡ്. ജനത്തിന്റെ കയ്യിലിരിക്കുമ്പോ അത് വെറും ഉപ്പാ, അത് അഭിഷിക്തന്റെ കയ്യിൽ വരുമ്പോ അത് ദേശത്തിന്റെ മരണത്തെ മാറ്റുവാൻ കഴിയുന്ന അത്ഭുതത്തിന്റെ ശക്തിയാ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അതിനൊന്ന് മുറുക്കി പിടിച്ച് പറഞ്ഞ്, കർത്താവേ എൻ്റെ കയ്യിലുള്ള ഈ അല്പത്തെ നീ വർദ്ധിപ്പിക്കണമേ. കർത്താവേ എൻ്റെ കയ്യിലുള്ള ഈ ചെറുതിനെ നീ വർദ്ധിപ്പിക്കണമേ. കർത്താവേ എൻ്റെ കയ്യിലുള്ള ഈ ചെറുതിനെ നീ വർദ്ധിപ്പിക്കണമേ. കർത്താവേ എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നതിനെ നീ വർദ്ധിപ്പിച്ച് ഒരത്ഭുതമാക്കി മാറ്റണമേ. ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം വായിച്ചേ, മാർക്കോസ് 6:39. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് പറഞ്ഞു, 5 അപ്പവും 2 മീനും എൻ്റെ കൈ കൊണ്ടുവരാൻ പറഞ്ഞു. അത്ഭുതത്തിന് അടുത്ത ഘട്ടം അതെന്നറിയാമോ? ദൈവം നമ്മുടെ വിഷയത്തിൽ ഇടപെടണമെങ്കിൽ നമുക്കിച്ചിരി അനുസരണം വേണം. നമുക്കിച്ചിരി അനുസരണം വേണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നോക്കി, വായിച്ച വേദഭാഗം ശ്രദ്ധിച്ചേ. വായിച്ച വേദഭാഗത്തില് 6-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ അവരെ 50 100 നിങ്ങൾ അവരെന്ത് ചെയ്യണം? പന്തിയിരുത്തണം.
ആണ്. നമ്മൾ പന്തിക്ക് ഇരുത്തുന്നത് സദ്യ കഴിക്കാനാ. പ്രൈസ് ലോർഡ്. 50ഉം 100ഉമായി അവരെ പന്തിക്ക് ഇരുത്താനായിട്ട് കർത്താവ് എന്ത് ചെയ്തു? അവരോട് കൽപ്പിച്ചു. പ്രൈസ് ലോർഡ്. 50ഉം 100ഉമായി പന്തിയിൽ ഇരുത്തണം. ശ്രദ്ധിച്ചോ, ഇനി കർത്താവ് പറയുക, എവര് പറയുക, ഞങ്ങളുടെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട്, ഞങ്ങളുടെ ആവശ്യം എന്തുവാ? 20,000 പേർക്കുള്ള ഫുഡ് ഞങ്ങൾ കൊടുക്കണം. പ്രൈസ് ലോർഡ്. അതിനുകൊണ്ട് ഇത് തികയത്തില്ല. കർത്താവ് പറഞ്ഞ ഒരു കാര്യം ചെയ്യ്, നിന്റെ കയ്യിലുള്ള 5 അപ്പത്തെയും 2 മീനിനെയും നീ എന്റെ കയ്യിലോട്ട് താ, ഞാനിത് 20,000 പേർക്കുള്ള ആഹാരമാക്കി മാറ്റുവാൻ പോവുകയാണ്. രണ്ടാമത്തെ ഘട്ടം കർത്താവ് പറയുവോ, രണ്ടാമത്തെ ഘട്ടം എന്തെന്നറിയാമോ? നീ വന്നിരിക്കുന്നവരെ 50ഉം 100ഉമുള്ള പന്തിയായി നിങ്ങൾ അവരെ ഇരുത്താൻ പറഞ്ഞു. ഇവിടെ ഒരു അത്ഭുതം നടക്കണം. അത്ഭുതം നടക്കണമെങ്കിൽ ഒരു അനുസരണം വേണം. എന്തോ അനുസരണം? വന്നിരിക്കുന്നവരെ പന്തിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇരുത്തണം. 50-50ആയി 100-100ആയി ആൾക്കാർ എന്ത് ചെയ്യണം? പന്തിയിൽ ഇരുത്തണം. എത്ര കയ്യിലുള്ളത്? 5 അപ്പവും 2 മീനും കയ്യിലിരിക്കുമ്പോ ഒരു സദ്യക്ക് ആളെ ഇരുത്തണം. പ്രൈസ് ദി ലോർഡ്. 5 അപ്പവും 2 മീനും കയ്യിൽ പിടിച്ചോണ്ട് കർത്താവ് പറയുക, നിനക്ക് ധൈര്യമുണ്ടോ? ആൾക്കാരെ 50-50ആയി നീ ഒന്ന് പന്തിയിലിരുത്ത്, അവരെ നീ ഒന്ന് സദ്യക്ക് ഇരുത്ത്. പ്രാർത്ഥിക്കുന്നവൻ അനുസരണയോടെ എന്തിനെ അനുസരിക്കേണ്ടത്? എന്റെ കർത്താവിന്റെ വചനം പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഭയപ്പെടത്തില്ല. ദൈവത്തിന്റെ വചനം എന്തു പറയുന്നു? അതിനെ വിട്ടിടത്തോട്ടോ വലത്തോട്ടോ മാറാതെ അത് നീ പ്രമാണിച്ചാൽ നീ കൃതാർത്ഥനായി മാറും. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ യഹോവയായ ദൈവം യോശുവയോട് പറയൂ, യോശുവേ, മോശയെ ഞാൻ നടത്തിയ ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ഈ കാണുന്ന ജനത്തിനൊക്കെയും ഞാൻ നിന്നെ തലവനായി നിയോഗിച്ചിരിക്കുക. നിനക്ക് നിൽപ്പാൻ കഴിയണമെങ്കിൽ, നീ മാനിക്കപ്പെടണമെങ്കിൽ, നീ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. ഈ പുസ്തകത്തിന് പ്രൈസ് ദി ലോർഡ് നീ ഇത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ നീ ഇതിൽ എഴുതിയിരിക്കുന്നതൊക്കെയും നീ പ്രമാണിപ്പാൻ നീ തയ്യാറായ, ഞാൻ നിന്നെ മാനിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ കൃതാർത്ഥനായി മാറും, നീ വർദ്ധിച്ച് അനുഗ്രഹിക്കപ്പെടും, നീ അർഹിക്കാത്ത സ്ഥാനങ്ങളിൽ നിന്നെ ഉയർത്തുവാൻ എനിക്ക് ശക്തിയുണ്ട്. യോശുവയ്ക്ക് വലിയ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. മോശയുടെ പിന്നാലെ നടന്നൊരു മനുഷ്യനാ. ദൈവം പറഞ്ഞു, മോശയോട് പറഞ്ഞു, മോശയെ, യോശുവയെ നീ ഇസ്രായേലിന്റെ നേതാവായി നീ അഭിഷേകം ചെയ്യണം. മോശ അത് ചെയ്തു. യോശുവ സ്ഥാനക്കയറ്റ് നടത്തുമ്പോ ദൈവം യോശുവയോട് പറയുക, പ്രൈസ് ദി ലോർഡ്, നീ മറ്റൊന്നും ചെയ്യണ്ട, നിനക്ക് ഒരുപാട് രാജാക്കന്മാരെ നീ അറിയാനൊന്നും നിൽക്കണ്ട. പ്രൈസ് ദി ലോർഡ്. നീ ആരുടെ റെക്കമെൻഡേഷനൊന്നും പോണ്ട, നീ ഒത്തിരി പേരോട് പോയി സംസാരിക്കാൻ എടുക്കാനൊന്നും പോണ്ട. പകരം നീ എന്ത് ചെയ്യണം? ഈ പ്രമാണം വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം നീ ജാഗ്രതയോടെ നീ കാത്തുകൊള്ളുക. ഇതിൽ എഴുതിയിരിക്കുന്നത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നീ മാറരുത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നീ മാറാതിരുന്നാൽ നീ കൃതാർത്ഥനാകും, നീ ചെയ്യുന്നതൊക്കെയും സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് തടസ്സമായി നിൽക്കുന്നത് പലപ്പോഴും നമ്മുടെ അനുസരണക്കേടാ. വചനം പറയുന്നത് നമ്മൾ എന്ത് ചെയ്യത്തില്ല? ചെയ്യത്തില്ല. കർത്താവിന്റെ വചനം പറയുക. യേശു കർത്താവ് പറഞ്ഞു, എല്ലാവരും പന്തിയിരുത്ത്. ശിഷ്യന്മാർ ചോദിക്കുന്ന, കർത്താവേ, 5 അപ്പവും 2 മീനും പിടിച്ചോണ്ട് എങ്ങനെയാ പന്തിയിരുത്തുന്നേ? 5 അപ്പവും 2 മീനും കൈ പിടിച്ചുകൊണ്ട് എങ്ങനെയാ കർത്താവെ സദ്യക്ക് ആളെ ഇരുത്തുന്നത്? കർത്താവ് പറഞ്ഞത് കർത്താവ്, അതുകൊണ്ട് ജനത്തെ ഇരുത്താൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞത് കർത്താവ്. നിന്റെ കയ്യിലിരിക്കുന്നത് 5 അപ്പമാണെങ്കിലും അത് 20,000 പേർക്കുള്ള ആഹാരമാക്കി മാറ്റുവാൻ എന്റെ കർത്താവിന് കഴിയും. പക്ഷെ എന്തുവാ ചെയ്യേണ്ടത്? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവൻ ജനത്തെ പിടിച്ച് 50-50ആയി കർത്താവ് പറഞ്ഞതുപോലെ പന്തിയിലിരുത്തി കഴിയുമ്പോൾ 5 കൈ അപ്പത്തെ 20,000 പേർക്കുള്ള ആഹാരമായി അതിനെ വർദ്ധിപ്പിപ്പാൻ എന്റെ കർത്താവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. അത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ അത് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം കൂടെ വായിച്ചേ. 6-ാം അധ്യായം അതിന്റെ 41-ാമത്തെ വാക്യം. മാർക്കോസ് 6:41. മാർക്ക് ചാപ്റ്റർ 6:41. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് അപ്പം എടുത്ത് ആ മീനും എടുത്ത് വാഴ്ത്തി നുറുക്കി പ്രൈസ് ദി ലോർഡ് ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ആ ഇരിക്കുന്നവർക്ക് വിളമ്പാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇത് വിളമ്പുന്നതിന് മുമ്പ് യേശു കർത്താവ് അതിനെ വർദ്ധിക്കുന്നതിന് മുമ്പ് ആദ്യം എന്താ ചെയ്തത്? പ്രൈസ് ദി ലോർഡ്. അവരെ പന്തിയായി ഇരുത്താൻ പറയാ. നിങ്ങൾ ആദ്യം വിശ്വാസത്തോടെ ഒരു ചുവട് നിങ്ങൾ വെക്കണം. പ്രൈസ് ദി ലോർഡ്. എല്ലാ അത്ഭുതവും ചെയ്തിട്ട് എന്റെ കയ്യിലെല്ലാം കിട്ടിയതിന് ശേഷം ഞാൻ ഇറങ്ങാമെന്നുള്ളതല്ല. പ്രാർത്ഥിക്കുന്നവന് ദൈവത്തിന്റെ ഗൈഡൻസ് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ, കർത്താവിന്റെ ഹിതം നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാർത്ഥനയോട് നിങ്ങൾ ചുവട് വെക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പ്രവൃത്തി അതിനകത്ത് വെളിപ്പെട്ട് വരും. കർത്താവിന്റെ പ്രവൃത്തി നമ്മുടെ വിഷയത്തിൽ വെളിപ്പെട്ട് വരും. പ്രൈസ് ദി ലോർഡ്. എന്റെ എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് ഞാൻ ഇറങ്ങാം എന്നാണോ? അല്ല, പ്രാർത്ഥനയോടെ ഇറങ്ങണം.
ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം ചെയ്യും. നോക്കിയേ, 50 പന്തിയായിട്ട് എല്ലാവരും ഇരുത്തി ശിഷ്യന്മാരോട് പറഞ്ഞു വിളമ്പി കൊടുക്കാൻ പറഞ്ഞു. ഇനി ശ്രദ്ധിച്ചോ, നമ്മൾ ഈ ജീസസ് ഫിലിമൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഈ ജീസസ് ഫിലിമിനകത്ത് യേശു കർത്താവ് ഇങ്ങനെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ ഉയർത്തുമ്പോൾ ആ കൊട്ടയങ്ങ് പെട്ടെന്ന് നിറഞ്ഞ് ഒരുവിധമായിട്ട് അങ്ങ് മാറുന്നുണ്ട്. എന്നിട്ട് അങ്ങ് കൊടുക്കുന്നു. അതാണ് വിളമ്പി കൊടുക്കുന്നത്. അപ്പവും മീനും എടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുത്തു. ശിഷ്യന്മാർ വിശ്വാസത്തോടെ ജനത്തിന് കൊടുക്കാൻ തുടങ്ങി. ഇത് കൊടുക്കും തോറും വർദ്ധിക്കുക, ഇത് ആരുടെ കയ്യിലൂടെ പ്രവർത്തിക്കുന്നറിയാമോ? പ്രാർത്ഥനക്കാരിയെ, ദൈവ പൈതലെ അഭിഷിക്തനെ, നിന്റെ കയ്യിലൂടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ബലഹീനമായ കരങ്ങളിലൂടെ നീ ഏത് കരങ്ങൾ നീട്ടിയാണോ ദൈവത്തിനിരുന്ന് പ്രാർത്ഥിച്ചത്, നീ ഏത് മുഴങ്കാലം അടക്കിയാണോ നീ ദൈവത്തോട് കരഞ്ഞത്, നീ ഏത് വിഷയത്തെ ചൊല്ലിയാണോ നീ ആവലാതിപ്പെട്ട് കരഞ്ഞത്, നിന്റെ ആ ബലഹീനമായ കരങ്ങളെ കർത്താവ് ബലപ്പെടുത്തിയിട്ട് പറയും, നീ എവിടെയാണോ ക്ഷീണിച്ചു പോയത് നിന്റെ കരങ്ങളിലൂടെ ദൈവം അത്ഭുതം ചെയ്തെടുക്കും. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് പറയുക, ഇവരോട് ആ ജലത്തിന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. എന്നെ ഏറ്റവും ചിന്തിപ്പിച്ചൊരു വേദഭാഗം, അവിടെ ഇരുന്ന എല്ലാവരും തിന്ന് തൃപ്തരായി. ഇൻ ഇംഗ്ലീഷ് ഇറ്റ് സേസ് they were filled, അല്ലേ? they were filled എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് എടുക്കാൻ പറ്റുമോ യേശു പറയാൻ? ഇല്ല. ഇനി അങ്ങോട്ട് കഴിച്ചാൽ ഇങ്ങോട്ട് വരുന്ന അളവിൽ എന്റെ കർത്താവ് നിറച്ച നിന്നെ തൃപ്തിയാക്കുന്നത് വരെ നിറയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവം നിന്റെ വിഷയത്തിന്റെ മേൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, ഇച്ചിരിയല്ല, പകുതിയല്ല, മുക്കാലല്ല, നിന്നെ തൃപ്തിപ്പെടുത്തുന്നത് വരെ എന്റെ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാരോട് അവരെ ഇരുത്താൻ പറഞ്ഞതേ 200 വെള്ളിക്കാശിന് അന്ത്രയോസ് പറഞ്ഞു, ഫിലിപ്പോസ് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആ ഫിലിപ്പോസ് പറഞ്ഞു ഇവർക്ക് എല്ലാവർക്കും കൊടുക്കാനായിട്ട് ഇച്ചിരി പോലും കൊടുക്കാൻ വേണ്ടി 200 വെള്ളിക്കാശ് തികയത്തില്ല. കർത്താവ് പറഞ്ഞു 200 വെള്ളിക്കാശ് നീ അവിടെ വെച്ചേ, അത് തൊടണ്ട, നിന്റെ കയ്യിൽ എന്തുണ്ടോ അതിനെ നീ കൊണ്ടുപോലെ. പ്രൈസ് ദി ലോർഡ്. അയ്യോ, ഇതുകൊണ്ട് എന്ത് ചെയ്യാനാ കർത്താവേ? ഇതുകൊണ്ടൊന്നും ആവത്തില്ല. എന്റെ കയ്യിൽ ഞാൻ മുറുകി പിടിച്ചിരിക്കുന്ന ഈ 1000 രൂപ വെച്ച്, ഈ 50,000 രൂപ വെച്ച്, ഈ 1,00,000 രൂപ വെച്ച് എന്നെ കൊണ്ടൊന്നും ചെയ്തെടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലല്ലോ കർത്താവേ. കർത്താവ് പറയുക, നിന്റെ കയ്യിലുള്ളതിനെ നീ എന്റെ അടുക്കലേക്ക് കൊണ്ടുപോവാ, നമുക്ക് ഒരുമിച്ചൊന്ന് ഈ വിഷയത്തിന്റെ മേലെ ഇടപെടാം. പ്രൈസ് ദി ലോർഡ്. തമ്പുരാന്റെ അത്ഭുതം നിന്റെ ചെറിയ വിഷയത്തിന്റെ മേൽ ഇടപെടുമ്പോ നിന്റെ വിഷയം പ്രൈസ് ദി ലോർഡ് എത്ര വലുതാണേലും, നിന്റെ ആവശ്യം എത്ര വലിയതാണേലും അതിനെ തീർക്കുവാൻ എന്റെ കർത്താവ് ശക്തനാണ്. കർത്താവ് 20,000 പേർക്കുള്ള ആഹാരം ഈ 5 അപ്പം കൊണ്ട് നടക്കുക. കുഞ്ഞെ, നിന്റെ കയ്യിൽ എതിരിക്കുമ്പോ അത് 5 അപ്പമാ, എന്റെ കയ്യിൽ വരുമ്പോ അത് 20,000 പേർക്കുള്ള ആഹാരമാ. മോശയെ, നിന്റെ കയ്യിൽ ആ വടി ഇരിക്കുമ്പോ പ്രൈസ് ദി ലോർഡ് അത് വെറും വടിയാ. അത് എന്റെ കരത്തോട് ചേരുമ്പോ അത് നദിയെ വിഭാഗിക്കാനുള്ള ദൈവശക്തി അതിനകത്ത് വെളിപ്പെട്ട് വരും. പ്രൈസ് ദി ലോർഡ്. ഇന്നിരുന്ന 20,000 പേര് തിന്ന് തൃപ്തരായി. യേശു കർത്താവ് ഒരു പ്രവൃത്തി ചെയ്താൽ നമ്മളെ തൃപ്തിയാക്കി അവൻ മടക്കി പറഞ്ഞേക്കും. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് ദൈവവരങ്ങളിലേക്ക് ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ച് പ്രൈസ് ദി ലോർഡ് ദൈവത്തോടൊന്ന് പറഞ്ഞേ. നിങ്ങളുടെ എന്താവശ്യവും അറിയുന്ന കർത്താവ് എന്ന് പകൽക്കാലം പറയുക. പ്രൈസ് ദി ലോർഡ്. നിന്റെ വിഷയം എൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. കർത്താവ്, ഇത് വെച്ച് ഞാൻ എന്ത് കാണിക്കാനാ? അന്ത്രയോസ് പറഞ്ഞതുപോലെ ഈ 5 അപ്പവും 2 മീനും കൊണ്ട് എന്താവാനാ കർത്താവേ? ഞങ്ങളുടെ മുമ്പിലുള്ള ആവശ്യം വലിയതാ, ഞങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ടൊന്നും ആവത്തില്ല കർത്താവേ. ഞങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടത്തില്ല, ഞങ്ങൾ ചെയ്ത് നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല കർത്താവേ. ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ദൈവവരങ്ങളിലേക്ക് ഒന്ന് കൊടുത്ത് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന വിഷയത്തെ ദൈവവരങ്ങളിലേക്ക് ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ച് കർത്താവിനോട് പറ, കർത്താവേ, നാളുകളായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ, എൻ്റെ ഉറക്കം കെട്ടുതന്ന എന്നെ ബലഹീനപ്പെടുത്തുന്ന വിഷയത്തെ എൻ്റെ അപ്പൻ്റെ പാതപീഠത്തിലേക്ക് ഞാൻ താഴ്ത്തി ഏൽപ്പിക്കുക. കർത്താവേ, നീ ഒന്ന് തൊടണമേ, നീ ഒന്ന് തൊടണമേ, എൻ്റെ വിഷയത്തെ ഒന്ന് തൊടണമേ കർത്താവേ. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന വലിയ വിഷയത്തെ കർത്താവേ, എൻ്റെ മുമ്പിലുള്ള വലിയ വിഷയത്തെ കർത്താവേ, നീ ഒന്ന് തൊടണമേ അപ്പാ. എൻ്റെ കയ്യിലുള്ളതിനെ നീ ഒന്ന് വർദ്ധിപ്പിച്ച് ഒരത്ഭുതമാക്കി മാറ്റി ഈ ദിവസങ്ങൾ കർത്താവേ, ഞാൻ ക്ഷീണിച്ചുവാനായിട്ടല്ല കർത്താവേ, ഞാൻ ബലഹീനപ്പെട്ടു പോകുവാനായിട്ടല്ല. എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ നടക്കുവാൻ തക്കവണ്ണം എൻ്റെ പഠനത്തിൽ ഒരത്ഭുതമുണ്ടായി മാറട്ടെ, എൻ്റെ ജോലിയിൽ ഞാനൊരു അത്ഭുതമായി മാറട്ടെ, എൻ്റെ കുടുംബത്തിൽ ഞാനൊരു അത്ഭുതമായി മാറട്ടെ കർത്താവേ. നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ട്
ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ജോലി മേഖലയിൽ പലരോടും പറഞ്ഞു നോക്കിയിട്ട് ഒന്നും ശരിയാകാതെ ഞാൻ ക്ഷീണിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ എൻ്റെ കർത്താവേ, എൻ്റെ ജോലി മേഖലയിൽ എൻ്റെ കർത്താവിൻ്റെ കരം ഒന്ന് തൊടണമേ, ഒരത്ഭുതമായി മാറട്ടെ. എൻ്റെ സമ്പത്തിൽ എൻ്റെ കർത്താവിൻ്റെ കരം ഒന്ന് തൊടണമേ, ഒരത്ഭുതമായി മാറട്ടെ. എൻ്റെ തലമുറയിൽ കർത്താവെ അവിടെ നിന്ന് തൊട്ട് ഒരത്ഭുതമായി മാറട്ടപ്പാ. മോശയുടെ കയ്യിലിരുന്ന ഒരു സാധാരണ വടിയെ എൻ്റെ കർത്താവ് തൊട്ടപ്പോൾ അത് അസാധാരണമായി മാറിയെങ്കിൽ, ഒരു ഓർഡിനറിയായ വടിയെ എൻ്റെ കർത്താവ് തൊട്ടപ്പോൾ അത് എക്സ്ട്രാ ഓർഡിനറിയായി മാറിയെങ്കിൽ, ഇന്ന് പകൽക്കാലം എൻ്റെ കയ്യിലുള്ളതിനെ കർത്താവെ ഒരു അസാധാരണമാക്കി മാറ്റണമേ, ഒരു സൂപ്പർ നാച്ചുറലാക്കി മാറ്റണമേ കർത്താവേ.